ഇവിടെ നിന്ന് ആരെങ്കിലും മരിക്കണം. എന്നാലേ ശിബുവാലപ്പില് സനീഷ് കുമാർ ജോസഫ് ബെന്നി ബെഹനാനും പോലുള്ള ആ ബഹുമാനപ്പെട്ടവരെ ഇറങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. ബുധനാഴ്ച മറ്റൊരു സമരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ചാലക്കുടിക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം ചാലക്കുടിക്കാർക്ക് വരല്ല എന്നാണ് ചിന്ത. ചാലക്കുടിയിലൂടെ പോകുന്നവർക്കും ചാലക്കുടി പട്ടണത്തിലേക്ക് വരുന്ന ആളുകൾക്കും ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ദിവസമാണ്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ചാലക്കുടി പട്ടണം മുഴുവനും ഗതാഗതക്കുരുക്കിൻ്റെ ഒരു പൂരപ്രദേശമായിട്ട് മാറാണ്. ഗതാഗതക്കുരുക്കിൻ്റെ പൂരം കാണണമെങ്കിൽ ചാലക്കുടി പട്ടണത്തിൻ്റെ അടിപ്പാത വന്നാൽ മതി. അടിപ്പാതയുടെ രണ്ട് വശങ്ങളിലും അടിപ്പാതയിലേക്ക് വരുന്ന ഭാഗങ്ങളിലും എല്ലാ റോഡുകളെല്ലാം ബ്ലോക്ക്. ഈ ബ്ലോക്ക് പിന്നീട് വിന്യസിച്ച് ചാലക്കുടി പട്ടണം മുഴുവനും എത്തി. ചാലക്കുടി പട്ടണം മുഴുവനും വലിയ ബ്ലോക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സംഭവമാണ് ശനിയാഴ്ച കാണാം. ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി, വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി, ആശുപത്രിയിലേക്ക് ആംബുലൻസ് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി. ഇതുമാത്രമല്ല, ഈ ചാലക്കുടി പട്ടണത്തിലൂടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്ന ആളുകൾക്ക് മുഴുവൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വലിയ ബ്ലോക്കുകളാണ് ഇവിടെ രൂപപ്പെടുക. തീർച്ചയായിട്ടും ഈ ബ്ലോക്ക് എങ്ങനെ രൂപപ്പെട്ടെന്ന് ചോദിച്ചാൽ ചാലക്കുടിക്കാർ കാത്തിരുന്ന് അവസാനം ചാലക്കുടിക്കാർക്ക് കിട്ടിയ ഈ അടിപ്പാത അവസാനം ചാലക്കുടിക്കാരുടെ നിത്യ നരക സ്മാരകമായിട്ട് മാറുകയാണ്. ഈ അടിപ്പാത നിർമ്മാണത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ഈ അടിപ്പാതയുടെ ഉള്ളിൽ ഇതാ നിങ്ങളൊരു ഭാഗം തിരിച്ചേക്കണുണ്ടില്ലേ, വിഡ്ഢിത്തമാണിത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതെങ്കിലും അടിപ്പാതകളിൽ ഇങ്ങനെ അടിപ്പാത രണ്ടായിട്ട് തിരിച്ചു കണ്ടിട്ടുണ്ടോ? ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെയുള്ള ഭരണകർത്താക്കൾ എവിടെയായിരുന്നു? അത് മാത്രമല്ല, രണ്ട് സൈഡിലും ബെൽമൗത്ത് പോലുമില്ലാതെ വളരെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതും ഇതിൽ ഇടപെടൽ നടത്തേണ്ടതുമായ ഭരണകർത്താക്കൾ ഉറങ്ങുകയായിരുന്നു. നിങ്ങളുടെ ഉറക്കം ഈ ചാലക്കുടി പട്ടണവാസികൾക്കും പട്ടണത്തിലൂടെ പോകുന്നവർക്കും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമാണ് പറയാനുള്ളത്. ഇതിനെതിരെ ചാലക്കുടി നഗരസഭയിലെ LDF കൗൺസിലർമാർ ഇനി അടിപ്പാതയിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്കൊരു അടിപ്പാത ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാലക്കുടിയിലെ കോട്ട ആശ്രമം ജംഗ്ഷൻ, അവിടെയും ഒരുപാട് ജീവൻ നമ്മുടെ പിടിച്ചു കയറ്റിയിട്ടുണ്ട്. അവിടെയും അടച്ചു കെട്ടിയതിന് കാരണം ഈ അടിപ്പാതയാണ് കോട്ട മേഖലയുള്ളവരും ചാലക്കുടിയുള്ളവരും പടിഞ്ഞാറ മേഖലയിലേക്ക് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അടിപ്പാതയുടെ എന്താ പ്രശ്നം? ഇത് പണിതപ്പുള്ള മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാണ്. കാരണം ഒരു ബെൽമൗത്ത് പോലുള്ള സംവിധാനം ചെയ്തിട്ടില്ല. ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ MP MLA വന്നല്ലോ. അപ്പൊ അവർ ഇതിനെ ശ്രദ്ധിക്കണ്ടേ? ഒരു ബെൽമൗത്ത് പോലും ചെയ്യാൻ പറ്റാതെയാണ് ഇത് പണിത് തീർത്തിട്ടുള്ളത്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ കാണുന്ന മിനി സിവിൽ സ്റ്റേഷൻ, ആ സിവിൽ സ്റ്റേഷന്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് ഇതിനോട് ചേർന്ന് റോഡിനോട് തരാമെന്ന് സർക്കാർ ഏറ്റിട്ടുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യേണ്ട പ്രവർത്തകരാ, NHA ചെയ്യിപ്പിക്കുന്നതാരാ? ഇനി NHA ചെയ്തില്ലെങ്കിൽ ചാലക്കുടി നഗരസഭയില് JCB ഉണ്ട്, പൊളിച്ചു മാറ്റണം. നമ്മളെ സുന്ദരി കവലയില് റോഡിനും വീതി കൂട്ടുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്ത് 2 മരണങ്ങളെ അടുപ്പിച്ച് നടന്നു. അതിന് ശേഷം ചെയ്ത് ഒരു 3 മാസമല്ല താങ്കളൊക്കെ കച്ചേരിയിലിരിക്കാൻ അത് 1 ലക്ഷം പ്രഖ്യാപിക്കും. ആ 3 മാസത്തിനുള്ളിൽ ഈ ബെൽമൗത്തിനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങളിവിടെ പുറത്തേക്ക് കരുതിക്കില്ല, ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കില്ല. അത് ചെയ്യുന്നവരുള്ള സമരമായിരിക്കും ഞങ്ങൾ ഇനി ചെയ്യാൻ പോണേ.